മണിക്കൂറിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇടതുമുന്നണിയുടെ പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ് വലിയ പ്രകടനം. LDF നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം അവിടെ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. ദൃശ്യങ്ങളിൽ തൊട്ടു ചേർന്ന് BJPയുടെ റാലിയും എത്തിയിട്ടുണ്ട്. പലയിടത്തും പോലീസ് ഈ വിവിധ മുന്നണികൾക്ക് പ്രത്യേകം സ്ഥലം സമയവുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും അത് പാലിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എവിടെയും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സമാധാനത്തോടെ ഈ അവസാന പ്രചാരണ പരിപാടികൾ തീർക്കുകയാണ് പലയിടത്തും മുന്നണി നേതാക്കൾ. സമാധാനത്തോടെയാണ്. ഒരിടത്തുനിന്ന് മനുഷ്യ സംഭവങ്ങളൊന്നുമില്ല. വലിയ ആവേശമൊക്കെ ഉണ്ടെങ്കിലും അത് അവർക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ അത് ആവേശം പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. LDFൻ്റെയും UDFൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കൾ. പോലീസ് കർശനമായ ക്രമീകരണങ്ങൾ ഈ മേഖലകളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രത്യേകതകൾ ഏറെയാണ്. അവിടെ കേരള കോൺഗ്രസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് കോട്ടയത്തെ ഇത്തവണ കുറെ കൂടി ശ്രദ്ധേയമാകുന്ന രാഷ്ട്രീയ കാഴ്ച. ആരാണ് വലിയ കേരള കോൺഗ്രസ്, ആർക്കാണ് കരുത്ത് എന്ന് തെളിയിക്കാൻ മധ്യകേരളത്തിൽ ഒരുപക്ഷെ ഒരു കാലത്ത് മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ നിയന്ത്രിച്ചത് കേരള കോൺഗ്രസുകളായിരുന്നു. KM മാണിയെപ്പോലെയൊക്കെയുള്ള അധികായരായ നേതാക്കന്മാർ നയിച്ചതാണ്. പഴയ പ്രതാപത്തിലേക്ക് കേരള കോൺഗ്രസുകൾക്ക് വരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിൻ്റെ കൊടിയേന്തുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഉത്തരം നൽകിയേക്കും. കോട്ടയത്തെ രാഷ്ട്രീയ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ടോബി, എന്താണ് കോട്ടയത്തിൻ്റെ ഒരു പൊതുചിത്രം? കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്നു എന്ന് തന്നെയല്ല, UDFനെ സംബന്ധിച്ച് മധ്യകേരളത്തിൽ അവർക്ക് നേരിട്ട തിരിച്ചടി പരിഹരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കളമൊരുക്കുന്ന തരത്തിലേക്ക് കോട്ടയത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. കോട്ടയത്തെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ചങ്ങനാശ്ശേരിയും കോട്ടയം ഉൾപ്പെടുന്ന നഗരസഭകളിലുമൊക്കെ BJPയെ സംബന്ധിച്ച് മധ്യകേരളത്തിൽ ഈ ക്രൈസ്തവ മേഖലകളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അത് വോട്ടിലൂടെ തെളിയിക്കാൻ ഒരു അവസരം കൂടിയാണ്. അതിന് BJPക്ക് കഴിയുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയൊക്കെ പോലെ നേട്ടങ്ങൾ ആവർത്തിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമോ? ജോസ് കെ മാണി ഒപ്പം നിൽക്കുന്നതിൻ്റെ കരുത്ത് ഇത്തവണ കുറെ കൂടി പ്രകടിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമോ? അങ്ങനെ രാഷ്ട്രീയ ചോദ്യങ്ങൾ മാത്രം ഉയരുന്ന ഒരു മേഖലയാണ്. എന്താണ് അവിടുത്തെ ഈ മണിക്കൂറിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ? എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് കോട്ടയത്ത് നടക്കുന്നത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. അതിൻ്റെ നമുക്കറിയാവുന്നതുപോലെ കോട്ടയത്തിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കടുത്തുരുത്തി. അവിടെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ജില്ലാ പഞ്ചായത്തിൽ. അതുപോലെ തന്നെ പ്രാദേശികമായി താഴെത്തട്ടിലും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ കടുത്തുരുത്തി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആൻ മരിയാണ് ചേരുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിമാരിൽ ഒരാളാണ്. എങ്ങനെയാണ് കോട്ടയത്ത് ഈ കടുത്തുരുത്തിയിൽ വിജയം ഉറപ്പാണ്? ഉറപ്പാണ്. കാരണം കടുത്തുരുത്തിയുടെ ജനമനസ് എന്നത് യുവത്വത്തിനൊപ്പം തന്നെയാണ്. കാരണം അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ഒരു അനിവാര്യതയാണെന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. കാരണം യൂത്തൊക്കെ പുറത്തോട്ട് പോകുകയാണ്. അവർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം. താളം തെറ്റുന്ന കുടുംബ ബഡ്ജറ്റുകൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജയിക്കും. ഉറപ്പായിട്ടും ജോസഫ്. ഞാൻ കൈപ്പത്തി ചിഹ്നത്തിലാണ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത്. കടുത്തുരുത്തി ഡിവിഷന്റെ സാരഥിയാണ്. ഉറപ്പായിട്ടും ജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതാണ് UDF സ്ഥാനാർത്ഥിയുടെ കോൺഫിഡൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അല്പസമയം മുമ്പ് നമ്മൾ LDF സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. അവരും വലിയ ആവശ്യത്തിലാണ്. കടുത്തുരുത്തിയുടെ ഈ ഒരു നഗരമധ്യത്തിൽ വലിയ പോരാട്ടം കൊട്ടിക്കലാശം കഴിഞ്ഞ രണ്ടാഴ്ച നീണ്ടുനിന്ന ആ പ്രചരണ ചൂട് മൊത്തം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നപ്പോൾ ഉണ്ടായ നേട്ടം അത് അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ? ശരി ടോബി, അതാണ് അവിടെ ഇടതുമുന്നണിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ UDFന് കഴിയുമോ? അവിടുത്തെ ക്രൈസ്തവ മേഖലകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന BJPക്ക് അത് വോട്ടിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുമോ? ആ പഴയ തട്ടകത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ കേരള കോൺഗ്രസിനും LDFനും കഴിയുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉത്തരം നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.